എറണാകുളം മഴുവന്നൂർ പള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് ശ്രമത്തിനെതിരെ പ്രതിഷേധം. പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഗേറ്റ് തുറക്കാൻ ശ്രമിച്ച പോലീസിനെതിരെ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ S. ശരൺ ചേരുന്നുണ്ട്. ശരൺ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിശ്വാസികളുടെ പ്രതിഷേധമാണോ കാണുന്നത്? യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഒരു 9 മണിയോട് കൂടിയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം യാക്കോബായ വിശ്വാസികളോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അവർ മാറാൻ തയ്യാറായിരുന്നില്ല. അവർ പ്രതിഷേധം കടുപ്പിച്ച് തന്നെ നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയും സമാനമായ ഒരു സാഹചര്യമായിരുന്നു. പോലീസ് എത്തുന്നുണ്ടെന്ന്, ഇത്തരത്തിൽ കോടതി വിധി നടപ്പിലാക്കാനായി പോലീസ് എത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യാക്കോബായ വിശ്വാസികൾ ഈ പള്ളിക്കകത്തായിട്ട് തമ്പടിച്ചിരുന്നതാണ്. അതിന് പിന്നാലെ പോലീസ് ഈ ഗേറ്റ് പൂട്ടുകയും അതിനുശേഷം പോവുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് മടങ്ങിയെത്തി ഈ കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്നതിനിടയിൽ ഹൈക്കോടതി നിശ്ചിതമായി തന്നെ സർക്കാരിനെ വിമർശിച്ചിരുന്നതാണ്. എല്ലാ ദിവസവും പള്ളിക്ക് മുന്നിൽ പോയി മടങ്ങി വരേണ്ടതില്ല എന്നുള്ള വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി ഈ കോടതി വിധി വേഗത്തിൽ നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതാണ്. നിലവിൽ 6 പള്ളികളിൽ വേഗത്തിൽ കോടതി വിധി നടപ്പിലാക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഓടക്കാലി, മഴുവന്നൂർ, കുളിന്താനം അടക്കമുള്ള 6 പള്ളികളിൽ ഈ കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമവും തുടരുന്നത്. എന്തായാലും നിലവിൽ മഴുവന്നൂർ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രീതിയിലും പോലീസിനെ അകത്തേക്ക് കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന വിശ്വാസികളെയാണ്. ഇതിന്റെ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിന്റെ മുൻവശത്ത് തന്നെ, അതായത് വിശ്വാസികളുടെ മുൻവശത്തായി തന്നെ കുട്ടികൾ, സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അനുനയിപ്പിച്ച് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടരുന്നത്. പക്ഷേ എങ്കിൽ പോലും അവർ പിന്മാറുന്നില്ല. ഈ പള്ളിക്കകത്തും വലിയ തോതിൽ തന്നെ വിശ്വാസികൾ തമ്പടിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഗേറ്റ് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ കൂടി പോലീസ് ശ്രമിക്കുന്നത്. ശരൺ, ഒരു അനുനയത്തിന്റെ ഭാഗമായി പോലീസ് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? പെരുമ്പാവൂർ ASP മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. കഴിഞ്ഞ 5 തവണ ഇവിടേക്ക് എത്തിയപ്പോഴും പള്ളിക്കകത്തേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വാസികൾ നിലയുറപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഇന്നും ഉള്ളത്. വിശ്വാസികൾ പോലീസിനകത്തേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം 25-ാം തീയതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. കർമ്മ പദ്ധതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർമ്മ പദ്ധതി എന്താണെന്നും ഇതെങ്ങനെയാണ് നടപ്പിലാക്കിയെന്നും, അതായത് ഇത് പള്ളികളിൽ നടപ്പിലാക്കി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 25-ാം തീയതി ഹൈക്കോടതികൾ സമർപ്പിക്കേണ്ടതുണ്ട്. അന്ന് സ്വാഭാവികമായിട്ടും നടപ്പിലാക്കാതെ കോടതിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിമർശനം പോലീസിന് നേരെ ഉയരുകയും ചെയ്യും. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എങ്ങനെയെങ്കിലും ഈ കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുന്നത്. എന്തായാലും മഴുവന്നൂർ പള്ളിയിൽ ഇപ്പോൾ പോലീസ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യാക്കോബായ വിശ്വാസികൾ. ഇപ്പോൾ ശരൺ പറഞ്ഞതുപോലെ തന്നെയാണ്, കോടതിയിലേക്ക് തിരികെ ചെല്ലാൻ കഴിയില്ല. കോടതി പലതവണ നിശിതമായി വിമർശിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് വിധി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് നിരന്തരം ചോദിക്കുന്നു. ഇനിയിപ്പോൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വിശ്വാസികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെ ഒരിക്കലും വിധി നടപ്പാക്കാൻ കഴിയില്ല. അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ ഒരു അനുനയത്തിന്റെ പാത സ്വീകരിക്കാനാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? ഇതിനുള്ള ശ്രമം വിജയിക്കുമോ? എന്താണ് സ്ഥിതി? ഇന്ന് രാവിലെ, അതായത് ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയത് മുതൽ നമ്മൾ കാണുന്നത് പരമാവധി ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും വിശ്വാസികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസിനകത്തേക്ക് കയറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് നിലപാട്. നമുക്കറിയാം, നേരത്തെ ഈ കോതമംഗലം പള്ളി അടക്കമുള്ള വിഷയങ്ങൾ അത് ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടയിൽ പോലീസ് പറഞ്ഞിരുന്നത് അത്തരത്തിലൊരു പോലീസ് ആക്ഷനിലേക്ക് പോയി ഈ കോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രക്തം ചിതറുന്ന അവസ്ഥയിലേക്ക് വരെ
കാര്യങ്ങളെത്തും. മനുഷ്യർ മരിച്ചു വീഴുന്ന നിലയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്ഷനിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിശ്ചിത വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ഈ കാര്യങ്ങൾ, അതായത് ഈ പ്രതിഷേധക്കാരുമായിട്ട് ചർച്ചകൾ നടത്തി അവരെ അനുനയിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടതോട് കൂടിയാണ് ഇപ്പോൾ അടുത്ത ഒരു നീക്കമെന്ന നിലയിൽ അവർ ഈ ഗേറ്റ് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ തന്നെ ഈ പള്ളിയുടെ ഗേറ്റ് പോലീസ് പൂട്ടിയിട്ടിരുന്നതാണ്. പക്ഷെ അപ്പോൾ തന്നെ ഈ വിശ്വാസികൾ വലിയ തോതിൽ പള്ളിക്കകത്ത് തമ്പടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ എത്രത്തോളം വിശ്വാസികളാണ് ഉണ്ടായിരുന്നത്, അതിൽ ഒരാൾ പോലും മടങ്ങിപ്പോകാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഈ മുൻവശത്തായി തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് വലിയ പ്രതിഷേധമാണ്. അവരെ ഇവിടുന്ന് മാറ്റേണ്ടതുണ്ട്. അത്തരത്തിൽ മാറ്റിയ ശേഷം മാത്രമേ പോലീസിനെ അകത്തേക്ക് കയറാനും ഈ കോടതി വിധി നടപ്പിലാക്കാനും കഴിയുകയുള്ളൂ. എന്തായാലും വലിയ സന്നാഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ജലപീരങ്കി അടക്കമുള്ള കാര്യങ്ങളും ഇവിടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. യാക്കോബ വിശ്വാസികൾ ഓരോ പ്രാവശ്യവും ഈ പള്ളി ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുമ്പോഴും യാക്കോബ വിശ്വാസികളുടെ പ്രതിഷേധം കടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എറണാകുളം മഴുവന്നൂർ പള്ളിയിലാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമത്തിനെതിരെ പ്രതിഷേധം നടക്കുന്നത്. പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത് സ്ഥലത്തുണ്ട്. ഗേറ്റ് തുറക്കാൻ ശ്രമിച്ച പോലീസിനെതിരെ യാക്കോബ വിശ്വാസികൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഒരു തരത്തിലും പോലീസിനെ അകത്തേക്ക് കടക്കാൻ വിശ്വാസികൾ സമ്മതിക്കുന്നില്ല. വിവരങ്ങളാണ് SS ചരൺ നൽകിയത്.